ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? Yes, sir. നീ നിങ്ങളുടെ മെസ്സേജിനൊക്കെ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് റിപ്ലൈ തരുന്നുണ്ടാവും. ഞാൻ മെസ്സേജ് ഓൾറെഡി വായിച്ചതാണ്. തിങ്കളാഴ്ച മെസ്സേജ് ഞാൻ കാണാറുണ്ട്. ഞാൻ അവസാനം എല്ലാവരും ചിലപ്പോൾ ഒരുമിച്ചിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ ലീവാണെന്ന് അയക്കുന്ന മെസ്സേജ് എനിക്ക് കാണുന്നതിന് മനസ്സിലായി ലീവിനുള്ള മെസ്സേജ് ആണ്. അപ്പൊ എന്ത് ഇത് ഓപ്പൺ ചെയ്ത് നോക്കില്ല ചിലപ്പോൾ. പക്ഷെ അതിന് പകരം അവിടെ താഴെ വേറെ ഡൗട്ട് ചോദിച്ച മെസ്സേജ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? അതിന് റിപ്ലൈ കൊടുത്തേ പറ്റും. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് അതിന് റിപ്ലൈ കൊടുത്തിട്ട് നിങ്ങളുടെ മെസ്സേജ് ചിലപ്പോൾ അവിടെ താഴെ താഴെ പോയിട്ടുണ്ടാവും. ഒരു ദിവസം ഞാൻ രാവിലെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? അല്ല അതിന് പടപടെ ചെയ്ത് റിപ്ലൈ കൊടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് കഴിയുന്ന സമയത്ത് ചെയ്തിട്ടല്ലേ എന്ത് ചെയ്യും? ഒരുമിച്ച് ഇതുപോലെ മെസ്സേജ് എല്ലാത്തിനും ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടും. അപ്പൊ നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഓ ഇന്നലെ അല്ലെങ്കിൽ മിഞ്ഞാന്ന് അയച്ച മെസ്സേജിന് ഇപ്പോഴാണ് റിപ്ലൈ വരുന്നത് ആരും വിചാരിക്കണ്ട. ഉം. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ മെസ്സേജ് വായിക്കാറുണ്ട്, അതെനിക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ റിപ്ലൈ തരുന്നത് ആ സമയത്ത് ചിലപ്പോൾ പോസിബിൾ ആവണമെന്നില്ല. ഞാൻ ക്ലാസ് കൊണ്ട് വരുന്ന മെസ്സേജ് എനിക്ക് ഇവിടെ ഫോണിൽ ഞാൻ കാണാറൊന്നുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ റിപ്ലൈ തരാൻ പറ്റില്ലല്ലോ. അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ക്ലാസ് ടൈമിലും വർക്കിംഗ് ടൈമിലും റിപ്ലൈ കൊടുക്കാറുള്ളൂ. ലീവ് ആണെന്നത് എന്ത് ചെയ്യും? കാണുമ്പോൾ മനസ്സിലാവും ഇത് ലീവിന് വന്ന സാധനമാണ്. റിപ്ലൈ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവരും ക്ലാസ്സിൽ വരാനൊന്നും പോകുന്നില്ലല്ലോ. ലീവാണ് ഉറപ്പിച്ച ആൾക്കാരല്ലേ. അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ചെയ്ത് ആ സമയത്ത് റിപ്ലൈ തരാത്തതാണ് കേട്ടോ. ഓക്കെ. എല്ലാവരോടും ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് കാര്യം നോക്കി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ചെക്ക് ചെയ്ത് നോക്കിയോ എല്ലാവരും? നോക്കിയില്ലേ? ഏതായിരുന്നു ആ ഫംഗ്ഷന്റെ പേരെന്താ? സമ്മറൈസ് കോളംസ്. രണ്ടും എന്താണ്? സമ്മറൈസ് കോളംസ് ആയാലും അതിന്റെ ബേസിക് ഫംഗ്ഷനാലിറ്റി സെയിം ആണ്. സമ്മറൈസ് കോളത്തിലോട്ട് വരുമ്പോൾ അതിന്റെ അകത്ത് വരുന്ന ഒരു ഫീച്ചർ എന്താ? ഗ്രൂപ്പ് ബൈ ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് ഡാറ്റ എന്ത് ചെയ്യാം? ഫിൽട്ടർ കൂടെ അവിടെ ചെയ്യാൻ പറ്റും. അതാണ് അതിന് വരുന്നൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇൻപുട്ട് ടേബിൾ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഗ്രൂപ്പ് ബൈ ചെയ്യേണ്ട കോളംസും, സെക്കൻഡ് ഫിൽട്ടർ കണ്ടീഷൻസും, തേർഡ് അഗ്രിഗേഷന്റെ കൺസെപ്റ്റുമാണ് കൊടുക്കുന്നത്. സമ്മറൈസ് ആണെങ്കിലോ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുന്ന കോളംസും പിന്നെ അഗ്രിഗേഷൻസും മാത്രമേ കൊടുക്കണ്ടൂ. പിന്നെ ഇൻപുട്ട് ടേബിൾ ഏറ്റവും ഫസ്റ്റ്. സമ്മറൈസ് കോളത്തിൽ ഫസ്റ്റ് ഇൻപുട്ട് ടേബിൾ കൊടുക്കേണ്ട ആവശ്യമില്ല. സമ്മറൈസ് കോളം ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അതും ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തോളും. സമ്മറൈസ് കോളംസ് ആണെങ്കിൽ ഫസ്റ്റ് ഏത് ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് അഗ്രിഗേഷൻ നടക്കേണ്ടതെന്ന് കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ അതും എവിടെ ആവശ്യമില്ല? സമ്മറൈസ് കോളത്തിൽ ആവശ്യമില്ല. അതിന്റെ കൂടെ വരുന്ന അടുത്ത അഡ്വാൻറ്റേജ് എന്താ? ഗ്രൂപ്പ് ചെയ്തതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റനെ ഫിൽട്ടർ കൂടെ ചെയ്യാനും പറ്റും. അപ്പൊ അതാണ് സമ്മറൈസ് കോളത്തിന് വരുന്ന എക്സ്ട്രാ അഡ്വാൻറ്റേജസ്. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തേ. എവിടെ? ഇവിടെ നമ്മൾ ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്തില്ലേ? ഈ സ്റ്റെപ്പ് എന്ത് ചെയ്യാം? സമ്മറൈസ് കോളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഈ ഒരു ഗ്രൂപ്പിന്റെ ആവശ്യമില്ല. ഇത് അവിടെ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ ഫിൽട്ടർ ചെയ്യാനും പറ്റും. സമ്മറൈസ് കോളംസ് ആണെങ്കിൽ ഇതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ അവിടെ ഒഴിവാക്കി. ഇവിടെ സമ്മറൈസിന് പകരം സമ്മറൈസ് കോളംസ് കോൾ ചെയ്യുന്നു. ഓക്കെ. കോളമിക്ക് അതിന്റെ ഇൻപുട്ട് തന്നെ കാണാം. ആർഗ്യുമെന്റ്സിന് തുടങ്ങുന്നത് എവിടുന്ന? ഗ്രൂപ്പ് ബൈ കോളം നെയിം ആണ്. ഇപ്പൊ ഇൻപുട്ട് ടേബിളിന്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പൊ അത് റിമൂവ് ചെയ്തു. എവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം? ഗ്രൂപ്പ് ബൈ വൺ. എനിക്ക് ഒന്നിന്റെ ആവശ്യമുള്ളൂ. ഈ രണ്ടാമത്തെ ആൾ ആവശ്യം അവിടെ ഇല്ല. ഇവിടെ ഞാൻ കോമ കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രൂപ്പ് ബൈ കോളം നെയിം വൺ, നെയിം ടു, കോമ നെയിം ത്രീ എക്സെട്ര. പിന്നെ ഇവിടെ കണ്ടോ ഫിൽട്ടർ ടേബിൾ വൺ. ഗ്രൂപ്പ് ചെയ്യേണ്ട കോളംസ് ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് വേണം എന്ത് ചെയ്യാം? ടേബിളിനെ ഫിൽട്ടർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആരെ മാത്രമേ ഫിൽട്ടർ ചെയ്യണ്ടു, സോറി ഗ്രൂപ്പ് ചെയ്യണ്ടു? കസ്റ്റമർ നെയിമിനെ ഗ്രൂപ്പ് ചെയ്യണം. പക്ഷെ ഇത് എവിടുത്തെ കസ്റ്റമർ നെയിം മാത്രമായിരിക്കണം. ലോസ്ലെസ് കൗണ്ടിയിൽ ആള് മാത്രമായിരിക്കണം. അപ്പൊ നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഫിൽട്ടർ കൺസെപ്റ്റിലോട്ട് വരുമോ? ഫിൽട്ടർ ഓഫ് ഏത് ടേബിളിലാണുള്ളത്? ലൊക്കേഷൻ ഡാറ്റ, കോമ, കൗണ്ടി ഈക്വൽ ടു ലോസ് ഏഞ്ചലസ് കൗണ്ടി. ശേഷം ഫംഗ്ഷൻ ക്ലോസ് ചെയ്യും. പിന്നെ ഒരു കോമ കൊടുത്തുള്ള അടുത്തത്. ഇനി സെക്കൻഡ് ഫിൽട്ടർ കണ്ടീഷൻ എന്ത് ചെയ്യാം? അതും കൊടുക്കാം. ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് വാങ്ങിയ ആളുടെ ടോപ്പ് കണ്ടുപിടിക്കണം. അത് എന്ത് ചെയ്യും? അതും തൽക്കാലം ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. അത് കൊടുത്തു. ഇനി ഇവിടെ ഇത് മാറ്റണം. ഓക്കെ, ഇവിടെ ഒരു കോമ കൊടുക്കാം.
ഇനി ഇവിടെ ഔട്ട്പുട്ട് നോക്കുമ്പോൾ സെയിം ഔട്ട്പുട്ട് തന്നെ ഇരിക്കുന്നില്ല നമ്മൾ കണ്ടല്ലോ. എന്തായി നമ്മൾ ചെയ്ത പ്രോസസ് നമുക്ക് ഒരുപാട് അവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയുള്ളൂ. ഇത് സമ്മറൈസ് കോളത്തിൽ ഒരു ഫംഗ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് കോളത്തിനെ ഗ്രൂപ്പ് ചെയ്യണം. എന്നിട്ട് ഗ്രൂപ്പ് ചെയ്ത് ഔട്ട്പുട്ട് വീണ്ടും ഫിൽട്ടർ ചെയ്തിട്ട് വേണം എഴുതുക. അപ്പൊ അത്രയൊന്നും ആവശ്യമില്ല ഉണ്ടാവും. ഒരൊറ്റ ഫംഗ്ഷൻ തന്നെ നമുക്ക് മൊത്തത്തിൽ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. രണ്ടാമത്തെ രൂപയും കൂടി കിട്ടും. അതിന്റെ ആവശ്യമില്ല ശരിക്കും. അതില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ഫിൽട്ടർ തന്നെ എടുത്തോളൂ. ആ ആദ്യം സമ്മറൈസിന്റെ അകത്ത് രണ്ട് കൗണ്ടിനെ എക്സ്ട്രാ ഗ്രൂപ്പ് ചെയ്തതിനാണ് ഫിൽട്ടർ ചെയ്യാൻ ഗ്രൂപ്പ് എന്താണ് കോളം വേണം. അതിനു വേണ്ടിയിട്ട് ചെയ്തതാണ്. സമ്മറൈസിന് അതിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ഫിൽട്ടർ ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ ലോസ് ഏഞ്ചൽസ് കൗണ്ടിയില് ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് പർച്ചേസ് ആളെ കിട്ടി. ഇനി ഈ കൗണ്ടിൽ എന്താണ് ഒരുപാട് പ്രൊഡക്റ്റ് പോയിട്ടുണ്ടാവില്ലേ? അതിൽ ഒരു സ്പെസിഫൈഡ് പ്രൊഡക്റ്റ് മാത്രം ഏറ്റവും കൂടുതൽ എമൗണ്ടിന് പർച്ചേസ് ആളെ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യാം? വീണ്ടും അടുത്തൊരു ഫിൽട്ടർ കണ്ടീഷൻ പാസ് ചെയ്താൽ മതി. ഫിൽട്ടർ ഓഫ് ആരെയാ ഫിൽട്ടർ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് ഡാറ്റ, പ്രൊഡക്റ്റ് ഡാറ്റയിലെ പ്രൊഡക്റ്റ് നെയിം ഈക്വൽ ടു പ്രൊഡക്റ്റ് വൺ എന്ന് പാസ് ചെയ്താൽ. അതിനുശേഷം ഫംഗ്ഷൻ ക്ലോസ് ചെയ്തിട്ട് ഒരു കോമ കൂടെ പാസ് ചെയ്ത് നെക്സ്റ്റ് ആർഗ്യുമെന്റ് അവിടെ ഉണ്ട്, അതുകൊണ്ട് കോമ കൊടുക്കാൻ പറയും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാം? കമ്മിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അത് വേറൊരാളായി മാറിയാണ്. ഫിലിപ്പ് ബെയിലി ആയിരുന്നു ലോസ് ഏഞ്ചൽസ് ഏറ്റവും കൂടുതൽ വാങ്ങിയത്. പക്ഷെ പ്രൊഡക്റ്റ് വൺ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുമ്പോൾ എന്തായി? ആള് വീണ്ടും മാറി. ഇനി അടുത്ത പ്രൊഡക്റ്റ് വേണം സിക്കുന്നത് എന്ത് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റ് 100 ആക്കി. അപ്പൊ വീണ്ടും ആള് മാറി. ഇത് നമ്മൾ സമ്മറൈസ് വെച്ചിട്ടാ ചെയ്തെങ്കിലോ ഒരുപാട് എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമായില്ല. മൂന്ന് കോളത്തിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിലൊരു രണ്ട് കോളത്തിലേക്ക് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ട അവസ്ഥയായി. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ എല്ലാം സമ്മറൈസ് കോളംസ് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും കണ്ടോ. ആണ് ഈ ഒരു ഫംഗ്ഷന്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഗ്രൂപ്പും ചെയ്യാം, അതിന്റെ കൂടെ എന്ത് ചെയ്യാം? ഫിൽട്ടർ കൂടെ നമുക്ക് ചെയ്യണം. ഓൺലൈൻ കൺസെപ്റ്റ് ക്ലിയർ ആണ്. സമ്മറൈസ് കോളംസ് ഓൺലൈൻ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ബാക്കിയുള്ളവർക്കോ കൺസെപ്റ്റ് ക്ലിയർ ആണോ ഓൺലൈൻ? ക്ലിയർ ആണ് സർ. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്ത്. കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്.
ഓൺലൈൻ ബാക്കിലേഴ്സ് ചെയ്യുന്നുണ്ടോ? അനന്തു, നിക്കോൾ, നിഖിൽ. ചെയ്യുന്നുണ്ട് സർ, ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ലേണിംഗ് കൺസെപ്റ്റ് ക്ലിയർ ആണ്. സമ്മറൈസ് കോളംസ്. ഓക്കെ. അപ്പോൾ ഈ ജനറേറ്റ് സീരീസ് പഠിച്ചു. സമ്മറൈസ് ആയി. സമ്മറൈസ് കോളംസ്. ഈ മൂന്ന് ഫംഗ്ഷനും ടേബിൾ മാനിപ്പുലേഷൻ എന്ന കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ടേബിൾ മാനിപ്പുലേഷൻ എന്ന കാറ്റഗറി അണ്ടറിൽ വരുന്ന മൂന്ന് ഫംഗ്ഷൻസ് ആണ് ജനറേറ്റ് സീരീസ്, സമ്മറൈസ്, സമ്മറൈസ് കോളംസ്. ടേബിൾ മാനിപ്പുലേഷൻ. ഇതുവരെ എത്ര ഫംഗ്ഷൻസ് കംപ്ലീറ്റ് ആയി? ഉം? ഏകദേശം എത്ര കൗണ്ട് ആയി? ആർക്കെങ്കിലും അറിയോ? ഉം? എത്ര? അറൗണ്ട് എത്ര ഫംഗ്ഷൻസ് ആയി? 70 ഒക്കെ ആയോ? ഉം? കണക്കിലൊക്കെ തെറ്റി പോവോ? ഓക്കെ. 65 to 70. ഓക്കെ. ഏതൊക്കെ ഫംഗ്ഷൻസ് ഇതുവരെ പഠിച്ചാൽ ഓർമ്മയുണ്ടോ? ഉം? ഓർമ്മയുണ്ടോ? ഓക്കെ. ഇപ്പോൾ ഡാക്സിന്റെ ഫംഗ്ഷൻസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ നോർമലി എടുക്കുന്നത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഡാക്സിന്റെ പാർട്ട് കഴിഞ്ഞു. ഉം. ഇനി ഇത് വിഷ്വലുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഓക്കെ. ഏതാ? ഇല്ല, ഫൈനാൻഷ്യൽ നമ്മളിപ്പം തൽക്കാലം ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. അവിടെ ഈ പഠിച്ച എല്ലാ ഫംഗ്ഷൻ എല്ലാ പ്രൊജക്റ്റിലൊന്നും കയറി യൂസ് ചെയ്യാനുണ്ടാവില്ല കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്കൽ അണ്ടറിലാണ് റാങ്ക് വരുന്നത്, റാങ്ക് എക്സ്. നമ്മൾ പഠിച്ച എല്ലാ കാറ്റഗറിയും എല്ലാത്തിനും കയറി യൂസ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഈ ഓൾ സെലക്ട് അത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാം. അതായത് വിഷ്വലിന്റെ അകത്തുള്ള ഫിൽറ്റർ അല്ലെങ്കിൽ വിഷ്വലിന് പുറത്തുനിന്ന് വരുന്ന ഫിൽറ്ററിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനൊക്കെ യൂസ് ചെയ്യും. അതായത് നോർമൽ കണ്ടീഷനിൽ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ YOY എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ കണ്ടുപിടിക്കുമ്പോഴേ ആരുടെ ആവശ്യമുള്ളൂ? ടൈം ഇന്റലിജൻസ് ഫംഗ്ഷനായ സെയിം പീരിയഡ് ലാസ്റ്റ് ഇയറിന്റെ ഒക്കെ ആവശ്യം അവിടെ വരുന്നുള്ളൂ. അതുപോലെ YTD, QTD, MTD കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അതിന് റിലേറ്റ് ചെയ്ത ഫംഗ്ഷൻസിലോട്ട് നമുക്ക് പോകേണ്ട ആവശ്യം. അതായത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഏതൊക്കെ ഫംഗ്ഷൻസ് മതി? സമ്മ്, എക്സ്, ഫിൽട്ടർ, കാൽക്കുലേറ്റ് ഫംഗ്ഷൻ. ഇതിനകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും. പിന്നെ ഒരുപാട് കോംപ്ലക്സ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലെ കുറെ ഇൻബിൽട്ട് ഫംഗ്ഷൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഫംഗ്ഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൺസെപ്റ്റ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മൾ കാൽക്കുലേറ്റ് വരുന്നതിന് മുമ്പും കൺസെപ്റ്റ് അവിടെ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, കുറച്ച് വളഞ്ഞ വഴിയായിരുന്നു. പെർഫോമൻസ് സ്ലോ ഡൗൺ ആവും. അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കൺസെപ്റ്റ് ഇൻബിൽട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഈവൺ YTD കണ്ടുപിടിക്കാൻ പോലും നമുക്ക് ഫംഗ്ഷൻ ഇല്ലാതെയും ചെയ്യാൻ പറ്റും. നമ്മളല്ലാതെയും ക്യുമുലേറ്റീവ് സെയിൽസ് കണ്ടുപിടിച്ചിട്ടില്ലേ? അത് ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ എന്താക്കാം? YTD മാത്രം ചെയ്യുമ്പോൾ എന്തായിരിക്കും? പെർഫോമൻസ് റെഡ്യൂസ്. എന്തുകൊണ്ടാ? നമ്മൾ വലിയൊരു എക്സ്പ്രഷനാണ് എഴുതി ഉണ്ടാക്കുന്നത്. ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വലിയൊരു എക്സ്പ്രഷൻ എഴുതി അതിനെ വർക്ക് ചെയ്യാൻ പറയുമ്പോൾ എന്താവും? സ്ലോ ഡൗൺ ആവും. അതിന് പകരം ഇൻബിൽട്ട് ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആ ഫംഗ്ഷൻ അങ്ങ് കോൾ ചെയ്താൽ മതി. ഓക്കെ. ഇനിയും മീൻസ് ഡാക്സിൽ ഫംഗ്ഷൻസ് കംപ്ലീറ്റ് ആയി മീൻസ് നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അവിടെ ഒരു 10-100 ഇനി അവിടെ കിടക്കുന്നുണ്ട് അത്ര ബാക്കി. എല്ലാം ഒന്നും ഒരാൾക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ആവശ്യമുള്ളതും പിന്നെ കുറച്ച് എക്സ്ട്രാ വേണ്ട കാര്യങ്ങളും നമ്മളവിടെ കവർ അപ്പ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഫംഗ്ഷൻ മാത്രമായിട്ടുള്ള ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. അതിന്റെ അപ്ലിക്കേഷൻ ലെവലിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷനും ആ രീതിയിൽ നമ്മൾ ക്ലാസ്സിൽ ചെയ്തു പോയത് അല്ലേ? ഒരു ഫംഗ്ഷൻ ജസ്റ്റ് പേര് മാത്രം പുറത്തെടുത്തിട്ടല്ലോ, എല്ലാത്തിന്റെ ഓൾമോസ്റ്റ് ഫംഗ്ഷനാലിറ്റി വരുന്ന രീതി തന്നെ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോയത്. ഓക്കെ. പിന്നെ അവിടെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷന്റെ ഹെൽപ്പ് അല്ല, വേറൊരു മെത്തേഡാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഡാറ്റ എന്ന ടേബിളിലോട്ട് വരിക. ഇവിടെ എത്ര പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്? അറൗണ്ട് 101 പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. ഇപ്പോൾ ക്ലയന്റ് ഈ ഒരു ഡാറ്റ എന്നിട്ട് എന്നോട് പറയാണ് ഈ ഒരു 101 പ്രൊഡക്റ്റിൽ
കുറച്ച് പ്രൊഡക്റ്റ് ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞ അടുത്തൊരു കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. പിന്നെ വരുന്നത് ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞ അടുത്ത കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. ഈ 101 ആൾക്കാരും അതിൽ ഓരോ ആൾക്കാരും ഇതിൽ ഓരോ കാറ്റഗറിയിൽ വരുന്നതാണ്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ആരൊക്കെ എന്തൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ റിയൽ ടൈം സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കില്ല. കറക്റ്റ് ഒരു പ്രൊഡക്റ്റിന്റെ പേര് പറഞ്ഞ് ഇത് ഈ കാറ്റഗറി എന്ന് പറയും. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ എന്താ പറയുന്നത്, ഈ 101ഉം ഈ മൂന്നെണ്ണത്തിന്റെ അകത്ത് ആക്കണമെന്നേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാം, ഫർണിച്ചർ ആക്കാം. ഇഷ്ടമുള്ള ആൾ എന്ത് ചെയ്യാം, ടെക്സ്റ്റൈൽ ആക്കാം. ഇഷ്ടമുള്ള ആൾ എന്താക്കാം, ഫുഡ് ഐറ്റംസ് ആക്കാം. ഓക്കെ. ഇത് ക്ലയന്റ് എന്നോട് പറയാണ്, എനിക്ക് അവരൊരു സ്ലൈസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റണം, ഓരോ കാറ്റഗറി അവർക്ക് സ്ലൈസറിൽ സെലക്ട് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്ലൈസർ ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സ്ലൈസറിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു കോളത്തിന്റെ അകത്ത് ഈ 3 കാറ്റഗറി വാല്യൂസ് ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഏത് ടേബിളിന്റെ കൂടി കോളം ആഡ് ചെയ്യേണ്ടി വരും? ഈ പ്രൊഡക്റ്റ് ഡാറ്റ പറഞ്ഞ ടേബിളിന്റെ കൂടെ തന്നെ ഈ ഒരു കോളം ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും. ആ കോളത്തിൽ എങ്ങനെ വാല്യൂ പാസ് ചെയ്യാം? ഇൻ കേസ് പ്രൊഡക്റ്റ് 1 ഫർണിച്ചർ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഇവിടെ എന്ത് പ്രിന്റ് ചെയ്യണം, ഫർണിച്ചർ. പ്രൊഡക്റ്റ് 2 ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഇവിടെ ഫുഡ് ഐറ്റംസ് വേണം. പ്രൊഡക്റ്റ് 3 ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ട് ഇവിടെ എന്ത് വേണം, ടെക്സ്റ്റൈൽസ് വേണം. അങ്ങനെ ഓരോ പ്രൊഡക്റ്റും ഏത് കാറ്റഗറിയിലാണോ വരുന്നത് അത് എന്ത് ചെയ്യേണ്ടി വരും, നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ആഡ് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഇതിൽ ഏതിലോട്ട് വേണം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പ്രൊഡക്റ്റ് 1 വേണമെങ്കിൽ ഫർണിച്ചറിലാക്കാം, ടെക്സ്റ്റൈലാക്കാം, ഫുഡ് ഐറ്റംസ് ആക്കാം. എനിക്ക് വേണ്ടത് ഇവിടെ കാറ്റഗറി പറഞ്ഞ ഒരു കോളം ക്രിയേറ്റ് ചെയ്യാൻ വേണം. അതിൽ ഈ 3 കാറ്റഗറി മാത്രമേ ഉണ്ടാകാനും പറ്റൂ. ചെയ്യാൻ പറ്റുമോ? പക്ഷെ കണ്ടീഷൻ ഇല്ല സർ, ലൈക്ക് ഇന്ന പ്രൊഡക്റ്റ് ഇതിലാവണം എന്നില്ല. ഇല്ല, ഞാനിപ്പോ അങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തോ. അല്ലെങ്കിൽ കണ്ടീഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യത്തെ ഒരു 50 പ്രൊഡക്റ്റ്, അത് പ്രൊഡക്റ്റ് 1, പ്രൊഡക്റ്റ് 2, പ്രൊഡക്റ്റ് 3 അപ് ടു പ്രൊഡക്റ്റ് 50 എന്താണ് ഫർണിച്ചറിൽ വരും. ഇവിടെ അങ്ങനെയാണല്ലോ പേര് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ പറഞ്ഞതേ. അതിനുശേഷം 51 തൊട്ട് വരുന്ന അടുത്ത 30 ആൾക്കാർ ടെക്സ്റ്റൈൽസിൽ വരണം. അതിനുശേഷം ബാക്കി ഇത്ര ആളുണ്ടാവുള്ളൂ, 80. പിന്നെ വരുന്ന 21 ആൾക്കാർ, 21 ആൾക്കാർ ഫുഡ് ഐറ്റംസിൽ വരണം. ഇനി ചെയ്യാൻ പറ്റുമോ? കോളത്തിന്റെ പേര് വേണ്ടത് കാറ്റഗറി. അവിടെ ഞാൻ കറക്റ്റ് ഓർഡർ വേണമെന്നൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇഷ്ടമുള്ള പ്രൊഡക്റ്റിനെ ഫർണിച്ചറിലോട്ടാകാം, ഇഷ്ടമുള്ള പ്രൊഡക്റ്റിനെ ടെക്സ്റ്റൈൽസിലോട്ടാകാം, ഇഷ്ടമുള്ള ആൾക്കാരെ ഫുഡ് ഐറ്റത്തിലോട്ടാക്കും. എനിക്ക് അവിടെ നിന്ന് കാറ്റഗറി എന്ന് പറഞ്ഞ കോളം ബിൽഡ് ചെയ്യണം. അതിന് ഇനി ഇൻ കേസ് ഈ ഒരു പ്രൊഡക്റ്റ് ഇതാണെന്ന് പറഞ്ഞാൽ മോഡിഫൈ ചെയ്യാനും കൂടെ പറ്റുകയുമാണ്. ക്ലിയർ ആയോ? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഒന്നും തന്നില്ല. ഇൻ കേസ് ഒരു റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാലും അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം കാര്യം എഴുതി ഉണ്ടാക്കാൻ. മനസ്സിലായോ? ലാസ്റ്റ് പറഞ്ഞോളൂ. അതായത് ഇപ്പൊ നിങ്ങളോട് തന്നെ ചൂസ് ചെയ്യാൻ പറഞ്ഞല്ലേ. ഇപ്പൊ ഞാൻ പറയാം, ഞാനിപ്പോ എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് 1 ഫർണിച്ചർ ആക്കി. അവസാനം വന്നിട്ട് ക്ലയന്റ് എന്നോട് പറയാണ് പ്രൊഡക്റ്റ് 1 ഫർണിച്ചർ അല്ല, പ്രൊഡക്റ്റ് 2 എന്താണ്, പ്രൊഡക്റ്റ് 1 ടെക്സ്റ്റൈൽസ് ആണ്. അപ്പൊ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, അത് ചേഞ്ച് ചെയ്യാനും പറ്റണം. അത് അപ്ഡേറ്റ് ചെയ്യാൻ വളരെ ഈസി ആവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ക്ലിയർ ആയ രുക്മണി? അതിപ്പോ റെസ്ട്രിക്ഷൻ ഇല്ല. ഇനി റെസ്ട്രിക്ഷൻ അല്ല കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റണം. നിങ്ങൾ എവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ, യൂട്യൂബോ ചാറ്റ് ജിപിടിയോ എവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. എനിക്ക് ഈ ഒരു കോളം അവിടെ ബിൽഡ് ആയിട്ടുണ്ടാവും, കാറ്റഗറി. ഇതുവരെ പഠിച്ച ഫംഗ്ഷൻ ഒന്നും നോക്കണ്ട. ഫംഗ്ഷനായിട്ട് ഇതിനൊരു കണക്ഷൻ ഇല്ല. ആദ്യമേ പറയാം, ഫംഗ്ഷൻ ഒന്നും യൂസ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലെ റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ മീറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നോക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഒരു ഫംഗ്ഷൻ ഒന്നും യൂസ് ചെയ്യണ്ട, ഞാൻ ഗ്യാരണ്ടി തരാം. ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണ്ട. കോളമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, പക്ഷെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണ്ട. ഇവൻ ന്യൂ കോളം ചൂസ് ചെയ്യുക പോലും വേണ്ട, നിങ്ങൾ അതിലോട്ട് പോലും പോകണ്ട. അതും പറഞ്ഞുതരാം. അല്ലാതെ ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചർ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ
എന്റെ സ്ക്രീനിൽ അത് അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട് ആ ഫീച്ചർ. നിങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. എന്താ ക്രിയേറ്റ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? അതുപോലെ എവിടെയാണോ സെർച്ച് ചെയ്ത് നമ്മൾ അവിടെ സെർച്ച് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആൻസർ കിട്ടും. പിന്നെ 12:45 വരെ സമയം തരാം, അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓൺലൈൻ ആർക്കെങ്കിലും ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ.
ഓൺലൈൻ ആർക്കും കിട്ടിയില്ല. നിങ്ങൾ ഒരു ഫംഗ്ഷനിലോട്ട് ഒന്നും പോകണ്ട. എന്റെ സ്ക്രീനിൽ കാണുന്ന ആ ഒരു യു ഐയുടെ അകത്ത് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. സർ ഡേറ്റ ഗ്രൂപ്പ്സ് ആണോ? അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. എന്റെ ഈ ഒരു യൂസർ ഇന്റർഫേസിൽ ഇപ്പൊ കാര്യമുണ്ട്, ഞാനത് പറയാം. അതിൽ ഏതാണെന്ന് നിങ്ങൾ നോക്കുക. ഐക്കൺ നോക്കിയാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും അതാണോ അല്ല. അവിടെ അതിനകത്ത് തന്നെ പറഞ്ഞു. നിങ്ങൾ വേറെ എവിടെയും നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സിംഗിൾ യു ഐയിൽ നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ ഓരോന്നും ഓപ്പൺ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നില്ല, ഒന്നും വരാൻ പോകുന്നില്ല, ഒരു ഇഷ്യൂ വരാൻ പോകുന്നില്ല. ഓരോന്നും ട്രൈ ചെയ്ത് നോക്കും, ഓരോന്നും എന്താണെന്നില്ല, ഇപ്പൊ ഒരു ഐഡിയ കിട്ടും.
ഓഫ്ലൈൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ലേ? എല്ലാവരും സ്വന്തം ചെയ്താണോ അല്ല ഒരാളിരുന്ന് മാറി മാറി പോയതാണോ? ഓക്കെ. ഓൺലൈൻ 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്, ബാക്കി ആരും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ പ്രൊഡക്റ്റ് നെയിം പറഞ്ഞ കോളത്തിലെ വാല്യൂസിനെ പറയുന്ന ഗ്രൂപ്പിലോട്ട് മാറ്റിയെടുക്കണം. ഓക്കെ, അതിനാണ് ആര് യൂസ് ചെയ്യുക? കോളം ടൂൾ എന്ന് പറഞ്ഞ ടാബില് ഡാറ്റ ഗ്രൂപ്പ്സ് യൂസ് ചെയ്യുക. അതിന്റെ ഐക്കൺ തന്നെ നോക്കിയാൽ മതിയുണ്ടോ? ഒന്നിന് സോറി മൾട്ടിപ്പിളിനെ ഒന്നിലോട്ട് ആക്കി മാറ്റുക. അതായത് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റിന് ഒരു സിംഗിൾ കാറ്റഗറി. അപ്പൊ എന്ത് സെലക്ട് ചെയ്യുക? ഡാറ്റ ഗ്രൂപ്പ്. ഇവിടെ ചോദിക്കും പുതിയത് ഉണ്ടാക്കണോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണോ. ഒന്ന് ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റൂ? അതിന് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? ന്യൂ ഡാറ്റ ഗ്രൂപ്പ്സ്, കമ്പൈൻ മൾട്ടിപ്പിൾ വാല്യൂസ് ഇൻ ടു വൺ. ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഏത് ടേബിളിലെ കോളത്തിലെ വാല്യൂസിനാണ് ഗ്രൂപ്പ് ചെയ്യുന്നത് അതേ ടേബിളിന്റെ കൂടെ എന്താവും? ഒരു കോളം ആഡ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നതാണ് കോളത്തിന്റെ പേരെന്താണ് വേണ്ടത്. എന്ത് ചെയ്തു? കാറ്റഗറി എന്ന് പേര് പാസ് ചെയ്തു. കാറ്റഗറി. സെക്കൻഡ് ഇവിടെ ഏത് ഫീൽഡ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തു, പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അടുത്ത ചോദ്യം ഗ്രൂപ്പ് ടൈപ്പ്. അതായത് ഈ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് എന്താ? ടെക്സ്റ്റ്. ടെക്സ്റ്റ് ആകുമ്പോൾ ആ വാല്യൂസ് എന്താക്കാൻ പറ്റും? ഒരു ലിസ്റ്റ് ആയിട്ട് മാത്രമേ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റൂ. താഴെ അൺഗ്രൂപ്പ്ഡ് വാല്യൂസും കാണാം, ഗ്രൂപ്പ് ആൻഡ് മെമ്പേഴ്സ്. ഞാനിവിടെ റാൻഡംലി കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യാണ്. ആദ്യത്തെ കുറച്ച് പേരെ ഒരുമിച്ച് സെലക്ട് ചെയ്തു. എന്ത് പാസ് ചെയ്യാം? ഗ്രൂപ്പ്. ഇവിടെ ഒരു ഗ്രൂപ്പ് വരും, ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം എന്താ ഇതിന്റെ പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. പവർ ബിയുടെ അകത്ത് നിങ്ങൾക്ക് എവിടെ എന്തിന്റെ പേര് ചേഞ്ച് ചെയ്യണം എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിബിൾ ആണ് കേട്ടോ. ചേഞ്ച് കിട്ടിയാൽ ഇവിടെ അതിന്റെ പേര് ഫർണിച്ചർ എന്ന് പാസ് ചെയ്തു. ഫർണിച്ചർ. ഇതുപോലെ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള കുറച്ച് പ്രൊഡക്റ്റ് ഇതുപോലെ റാൻഡംലി സെലക്ട് ചെയ്യുന്നു, ഗ്രൂപ്പ്. അതിന്റെ പേര് ഞാൻ ഇവിടെ ടെക്സ്റ്റൈൽസ് പേര് പാസ്. ടെക്സ്റ്റൈൽസ്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റിനെയും കൊണ്ട് ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു, ഇതെല്ലാം വീണ്ടും ഗ്രൂപ്പ് ചെയ്യുന്നു. അതിന്റെ പേര് ഞാൻ ഇവിടെ ഫുഡ് ഐറ്റംസ് എന്ന് പാസ് ചെയ്തു. എന്റെ കയ്യിലുണ്ടായ 101 പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്തു? 3 ഗ്രൂപ്പിലോട്ട് മാറ്റി വെച്ചു. ഇനി അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഔട്ട്പുട്ട് കാണും. എല്ലാവരും ഈ മെത്തേഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്? ഓൺലൈൻ ചെയ്ത 2 പേരും സർ. ഈ മെത്തേഡ് തന്നെയാണോ? യെസ് സർ. ആദ്യം എനിക്ക് ആ പേര് മാറ്റാന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ എല്ലാത്തിന്റെയും പേര് ഒരുമിച്ച് ഇരിക്കുന്നു. അത് പേര് എവിടെ എന്ത് ചേഞ്ച് ചെയ്യാൻ ഡബിൾ ടൈപ്പ് ചെയ്താൽ മതി. പേര് കോളത്തിന്റെ പേര് ചേഞ്ച് ചെയ്യണോ? ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇനി ഇവിടെ ഈ ടേബിളിന്റെ പേര് ചേഞ്ച് ചെയ്യണോ? ഇതിന്റെ മുകളിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. കണ്ടോ? ഇവിടെ പേര് ചേഞ്ച് നിങ്ങൾ വിൻഡോസിൽ എങ്ങനെയാണോ എല്ലാത്തിന്റെയും പേര് ചേഞ്ച് എങ്ങനെയാ? ഒന്നുകിൽ റൈറ്റ് ക്ലിക്ക് ആയിട്ട് റീനെയിം ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്തുണ്ടാവും? ഡയറക്റ്റ് അതിനെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീനെയിം ചെയ്യാൻ പറ്റും. അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ. അങ്ങനെ വല്ല വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആദ്യം ഞാൻ ഓരോന്നിനും ഓരോ കോളമായിട്ട് ക്രിയേറ്റ് ആയി. ഫർണിച്ചർ, ടെക്സ്റ്റൈൽ 3 കോളം ക്രിയേറ്റ് ചെയ്ത് വെച്ചേ. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വീണ്ടും പോയിട്ട് അൺപ്യൂട്ട് ഒക്കെ ചെയ്യേണ്ടി വരും. അനലൈസ് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഒരൊറ്റ കോളത്തിലെ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഈ ചെയ്ത കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇൻ കേസ് നമ്മൾ ഈ കോളം ക്രിയേറ്റ് ചെയ്തു, പ്രൊഡക്റ്റ് 1 ഇതിലാണ് വന്നിരിക്കുന്നത്, ഫർണിച്ചർ. ക്ലൈന്റ് എല്ലാം ചെയ്തതിനു ശേഷം അവസാനം വന്നിട്ട് പറയാണ്, അയ്യോ ഞാൻ പറഞ്ഞതിൽ 2 പ്രൊഡക്റ്റ് മാറിപ്പോയി, അത് ആ ഒരു സ്പെസിഫൈഡ് ഗ്രൂപ്പ് അല്ല, ബാക്കിയുള്ള 2 മൂവ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഈ ചെയ്ത കാര്യത്തിന് ഒന്നുകൂടെ എഡിറ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെ എഡിറ്റ് ചെയ്യാന്നറിയില്ല എല്ലാവർക്കും. ആ കോളം സെലക്ട് ചെയ്യുക, വീണ്ടും ഡാറ്റ ഗ്രൂപ്പിലോട്ട് പോകുമ്പോൾ അവിടെ അടുത്തൊരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് എന്താണ്? എഡിറ്റ് ഡാറ്റ ഗ്രൂപ്പ്. അത് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ വേണ്ടത്? ഫർണിച്ചറിലെ കുറച്ച് പ്രൊഡക്റ്റിനെ അവിടുന്ന് മാറ്റണം. അതായത് പ്രൊഡക്റ്റ് 1ഉം പ്രൊഡക്റ്റ് 10ഉം ഞാൻ പറയാണ് ഫർണിച്ചറിലല്ല. ഇപ്പൊ എന്ത് ചെയ്യുക? അതിനെ പുറത്തേക്ക് എടുക്കുക. അതിനെ പുറത്തെടുക്കാൻ ജസ്റ്റ് അതിനെ സെലക്ട് ചെയ്യുക. ഇവിടെ താഴെ എന്ത് കാണാൻ പറ്റും? അൺഗ്രൂപ്പ്. അപ്പൊ അതിൽ നിന്ന് പുറത്തായി. അത് ഫർണിച്ചറിന് അത് പുറത്തു വന്നു. അടുത്തത് പറഞ്ഞാൽ പ്രൊഡക്റ്റ് 1 ഫുഡ് ഐറ്റംസും പ്രൊഡക്റ്റ് 10 ടെക്സ്റ്റൈൽസും. അപ്പോൾ പ്രൊഡക്റ്റ് 1 എങ്ങോട്ട് മാറ്റണം? ഫുഡ് ഐറ്റത്തിലോട്ട്. അപ്പോൾ പ്രൊഡക്റ്റ് 1 സെലക്ട് ചെയ്യുക. ഇവിടെ ഏത് ഗ്രൂപ്പിലോട്ടാണോ മാറ്റേണ്ടത് ആ ഗ്രൂപ്പും സെലക്ട് ചെയ്യുക. എന്ത് പാസ് ചെയ്യുക? ഗ്രൂപ്പ്. അപ്പൊ അതിലോട്ട് മൂവ് ചെയ്യും. ഇനി പ്രൊഡക്റ്റ് 10 എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? ടെക്സ്റ്റൈൽസിലോട്ട്. അപ്പോൾ പ്രൊഡക്റ്റ് 10 ഇവിടെ സെലക്ട് ചെയ്യുക, ടെക്സ്റ്റൈൽസ് ചൂസ് ചെയ്യുക, ഗ്രൂപ്പ്.
ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്തതിന് എഡിറ്റ് കൂടി ഇവിടെ ഈസിലി ചെയ്യാനും പറ്റും. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേഷൻസ് അവിടെ ആഡ് ആയിട്ട് വരും കേട്ടോ. ഒന്ന് ഇതുപോലെ എഡിറ്റ് കൂടെ ചെയ്ത് നോക്കി എല്ലാവരും. ക്രിയേറ്റ് ചെയ്ത കോളത്തിലെ വാല്യൂസിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എഡിറ്റ് കൂടെ ചെയ്ത് നോക്കി. ഓൺലൈൻ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. ഓഫ്ലൈനിൽ ചെയ്ത് കഴിഞ്ഞോ? ഇതേ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. സ്വിച്ച് യൂസ് ചെയ്താൽ മതി. എങ്ങനെ ചെയ്യാം? പ്രൊഡക്റ്റ് നെയിം ഈക്വൽ ടു പ്രൊഡക്റ്റ് 1 ആണെങ്കിൽ ഫർണിച്ച്ഡ്, അതുപോലെ പ്രൊഡക്റ്റ് നെയിം ഈക്വൽ ടു പ്രൊഡക്റ്റ് 2 ആണെങ്കിൽ അടുത്തത്. അങ്ങനെ എത്ര 101 ക്ലോസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്യണോ ഇത് ചെയ്യണോ? ഇതായിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ് മെത്തേഡ് അല്ലേ? ഇതൊക്കെ റിയൽ വേൾഡിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഓരോ ചലഞ്ചസ് ആയിരിക്കും കേട്ടോ. മറ്റുള്ള അവർ ഈ ഒരു ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യും, പല ഡോക്യുമെന്റ്സുമായിട്ട് ഇത് ഷെയർ ചെയ്യും. ഇന്ന പ്രൊഡക്റ്റ് ഇതിലാണ്, ഇത് കൂടി ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറയും. നമുക്ക് ഈ മെത്തേഡിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇതിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു HR ഡാറ്റ സെറ്റ് ഉണ്ട്. അതിനകത്ത് നിന്നുണ്ടാവും ഓരോ എംപ്ലോയീസിന്റെ സാലറി ഉണ്ടാവും. അപ്പോൾ സാലറി റേഞ്ച് വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യാൻ പറയും. ഏത് സാലറി റേഞ്ചിനകത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്ത് നോക്കാൻ പറയും. എന്ത് ചെയ്യാൻ പറ്റണം? സാലറി റേഞ്ച് ഫസ്റ്റ് കണ്ടുപിടിക്കണം. സാലറി എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും. ഓരോ ആൾക്കാരിലും ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ഞാനൊരു ഗ്രൂപ്പ് ആക്കി മാറ്റേണ്ടി വരും. 1000 to 20,000, സോറി 10,000 to 20,000, 20,000 to 40,000, ആ രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും? അതിന് ഗ്രൂപ്പ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 10,000 20,000 ഇൻ ബിറ്റ്വീൻ സാലറി വാങ്ങുന്ന എത്ര പേരുണ്ട്, 20,000 40,000 ഇൻ ബിറ്റ്വീൻ വാങ്ങുന്ന എത്ര പേരുണ്ട്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ യൂസ് ചെയ്യാം. ഇനി അതുപോലെ എംപ്ലോയീസിന്റെ ഏജ് ഉണ്ടാവും. ഏത് ഏജ് ഗ്രൂപ്പിലാണ് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് നോക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഏജിനെ ഇതുപോലെ ഗ്രൂപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എവിടെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാനുണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഈ മെത്തേഡ് ഈസിലി യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത ആരെയാണ്? ടെക്സ്റ്റ് കോളത്തിലെ വാല്യൂസിനെയാണ് ഗ്രൂപ്പ് ചെയ്തത്. ഇതുപോലെ വേണം എന്ത് ചെയ്യാം? ന്യൂമറിക്കൽ കോളത്തിനെയും ഗ്രൂപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ പ്രൈസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ പ്രൈസ് റേഞ്ച് സെറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കോളം സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക ഡാറ്റ ഗ്രൂപ്പിൽ ന്യൂ ഡാറ്റ ഗ്രൂപ്പ്സ്. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന കോളത്തിന്റെ പേരായിരിക്കും. സെക്കൻഡ് ഇവിടെ ഫീൽഡ് വന്നു. പിന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് എക്സ്ട്രാ വരുന്ന കാണാൻ പറ്റും. അത് വരാനുള്ള റീസൺ ഈ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് എന്താ? ന്യൂമറി. ഇവിടെ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ടോ? ബിൻ ആണോ ലിസ്റ്റ് ആണോ? ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കൺസെപ്റ്റ്. ബിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണിച്ചു തരാം. ഇവിടെ കാണാൻ പറ്റും ബിൻ, ബിൻ ടൈപ്പ്, സൈസ് ഓഫ് ബിൻ, നമ്പർ ഓഫ് ബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെ സൈസ് ഓഫ് ബിൻ സെലക്ട് ചെയ്തു. അപ്പൊ മെഷീൻ തന്നെ അതിലെ മിനിമം വാല്യൂവും മാക്സിമം വാല്യൂ ചൂസ് ചെയ്തത് 35ഉം 2400
97. താഴെ കാണിച്ചു തരാം. ബിന്നിങ് സ്പ്ലിറ്റ് ന്യൂമറിക് ഓർ ഡേറ്റ് ടൈം ഡാറ്റ ഇൻ ടു ഈക്വലി സൈസ്ഡ് ഗ്രൂപ്പ്. എൻറ്റർ ബിൻ സൈസ്. എത്ര ബിൻ സൈസ് വന്നിരിക്കുന്നത്? 246. എന്ത് ചെയ്തു? ഓക്കെ കൊടുത്തു. അപ്പോൾ അവിടെ ബിന്ന് ക്രിയേറ്റ് ആയി. ഇതിൻ്റെ അകത്ത് എത്ര വാല്യൂസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്ത് ചെയ്തു? റിപ്പോർട്ട് വ്യൂലോട്ട് വന്നു, കാർഡ് വിഷ്വൽ അല്ലെങ്കിൽ കറണ്ട് പ്രൈസ് ഇതിലോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം അതിന്റെ ഡിസ്റ്റിങ്ക്റ്റ് കൗണ്ട് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? 11 ബിൻസ്. ഒരു ബിന്നിന്റെ അകത്ത് എത്ര ആൾക്കാരുണ്ടാവും? 246 ആൾക്കാരുണ്ടാവും. ആരും ഇതാക്കിയിട്ടുണ്ടാവും. ജസ്റ്റ് ഡാറ്റ കിട്ടും. ഓരോന്നിന്റെയും ബിൻ സൈസ് എത്രയാണ് വേണ്ടത്? 246 വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് ക്രിയേറ്റ് ചെയ്യും. അതായത് മിനിമം ഇതാണ്, മാക്സിമം ഇതിന്റെ അകത്ത് എന്ത് ചെയ്യും? 246 വീതം വെച്ചിട്ട് അതിനവിടെ ഇതാകും. അതുകൊണ്ട് ചെയ്യാം, കൂട്ടുകയും ചെയ്യാം, കുറക്കുകയും ചെയ്യാം. അവിടെ എന്ത് ചെയ്യാം? ജസ്റ്റ് വേണമെങ്കിൽ 200 കൊടുക്കാം. ഓക്കെ, അവിടെ വാല്യൂ മാറി. അപ്പം എത്ര ഗ്രൂപ്പായി? 30. ഇത് വേണം എന്ത് ചെയ്യാം? വീണ്ടും ചേഞ്ച് ചെയ്യാം. എന്ത് ചെയ്തു? അതൊരു 150 ആക്കി. അപ്പൊ എന്താവും? വീണ്ടും എണ്ണം കൂടും. ബിന്നിന്റെ സൈസ് വീണ്ടും കൂടും. 17 ഉണ്ടാവും. അപ്പൊ ബിന്നിന്റെ എണ്ണമാണ് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ അകത്ത് കൊടുക്കുന്നത് റെഡ്യൂസ് ചെയ്യാം. അതായത് ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ ഡിവൈഡ് ബൈ ഇത് ചെയ്താൽ മതി. നമുക്ക് ആൻസർ കിട്ടും. അറൗണ്ട് എത്ര ബിൻ ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. $2,497 minus 35 divided by 150. 16.41. 16.41 മീൻസ് ഒരിക്കലും 16 പോകില്ല, നേരെ അങ്ങോട്ട് പോകും, 17 പോകും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 17 മീൻസ്. ഇനി ഇത് നേരെ എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ബിന്നിന്റെ സൈസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. സോറി, നമ്പർ ഓഫ് ബിൻസ് ആക്കാം. എന്തായി? മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എത്ര ബിൻ വേണമെന്നാ പറയുന്നത്? 10 ബിൻ. അപ്പോൾ ഒന്നിന്റെ അകത്ത് എത്ര ഉണ്ടാവുന്ന പറയുന്നത്? 246.k. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ? ചേഞ്ച് ചെയ്യാൻ പറയുന്നതാണ്. എനിക്ക് 17 ബിൻ വേണം. അപ്പോൾ വരാൻ പോകുന്നുണ്ടോ? ഒരു ബിന്നിന്റെ അകത്ത് ഇത്രയും ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോൾ എനിക്ക് 20 എണ്ണം വേണം. അത് 20 കാറ്റഗറി വേണം, ഡിസ്റ്റിങ്ക്റ്റ് ആൾക്കാർ. 20 കൊടുത്തു കഴിഞ്ഞാൽ അത് 20 എണ്ണം ഉണ്ടാവും. ഒന്നിന്റെ അകത്ത് 123 ആൾക്കാരുണ്ടാവും. അങ്ങനെ വേണം അങ്ങനെ ചെയ്യാം. അതാണ് ഞാൻ ഡിസ്റ്റിങ്ക്റ്റ് കൗണ്ട് എടുത്തിട്ട് ചെയ്ത് കാണിക്കുന്ന റീസൺ ഉണ്ടാവും. 20 ബിന്നാണ് അവിടെ ഉള്ളത്. മീൻസ് 20 കാറ്റഗറി. അപ്ലിക്കേഷൻ മീൻസ് എന്താണ്? ആ ഒരു സോൺ എന്ന് പറയാൻ പറ്റും. ഇപ്പം 35 തൊട്ട് അടുത്ത 100 സംതിങ് ആൾക്കാർ ഈ ഒരു കാറ്റഗറി ഫസ്റ്റ് ബിൻ. ഇപ്പം ഇതിൽ വന്നു കഴിഞ്ഞാൽ 35 പ്ലസ് അടുത്ത 123. 35 ശേഷം വരുന്ന 123 ആൾക്കാർ ഒരു ബിൻ. അതിനുശേഷം വരുന്ന 123 ആൾക്കാർ അടുത്ത ബിൻ. അതിനുശേഷം വരുന്ന 123 വാല്യൂസ് അടുത്ത ബിൻ. അതാണ് 1, 2, 3 എന്നായിരിക്കും അവിടെ കൺസെപ്റ്റ് വരും. സെക്ഷൻ ആക്കും. ഞാൻ എന്ത് ചെയ്ത് ക്രിയേറ്റ് ആയിട്ട് കാണിച്ചു തരാം. എന്ത് ചെയ്തു? ഇത് വെച്ചു. ഇനി ഇവിടെ ഒരു കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. കോളം ചാർട്ടിൽ എക്സ് ആക്സിൽ പ്രൊഡക്റ്റിന്റെ പേരും വൈ ആക്സിൽ ഇത് ആഡ് ചെയ്യും. സോറി, ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കാര്യമില്ല. എക്സ് ആക്സിൽ ഇത് ആഡ് ചെയ്തു, വൈ ആക്സിന് സെയിം തന്നെ ആഡ് ചെയ്തു. അതിന്റെ കൗണ്ട് ആക്കി. കണ്ടോ? ഓരോ ബിന്നിലും എത്ര ആൾക്കാരുണ്ട്. ഈ ഒരു 6 എന്ന് പറഞ്ഞ ബിന്നിന്റെ അകത്ത് എത്ര ആൾക്കാരുള്ളത്? സോറി, കൗണ്ട്. ഈ ഒരു ബിന്നിന്റെ അകത്ത് 6 ആൾക്കാരേ ഉള്ളൂ. 35 എന്ന് പറഞ്ഞ ഇതിന്റെ അകത്ത് 6 ആൾക്കാരേ ഉള്ളൂ. ഫസ്റ്റ് ബിൻ 35 ശേഷം അടുത്ത ബിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 158 അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 38.5 പ്ലസ് എത്രയാണ്? 123 സംതിങ് അല്ല വന്നിരിക്കും. 35 പ്ലസ് 123 എത്ര വരുമോ? 158. അപ്പൊ അടുത്ത ബിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? 158 എന്നായിരിക്കും. ആ ബിന്നിനകത്ത് എത്ര ആൾക്കാരേ ഉള്ളൂ? 3 പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. അടുത്ത ബിൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ആ ഒരു 158 പ്ലസ് വീണ്ടും 123. 281. ആ ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. അടുത്തത് എത്രയാണ്? ഈ ഒരു ഫോർത്ത് ബിന്നില് 3 ആൾക്കാർ മാത്രമേ ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ബിന്നാണെന്നില്ല, അല്ലെങ്കിൽ കുറച്ച് കൺസെപ്റ്റ് ബുദ്ധിമുട്ടാവും. അപ്പൊ അതിനേക്കാളും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ബിന്നിന് പകരം എന്ത് ചൂസ് ചെയ്യാം? ലിസ്റ്റ് ആക്കി മാറ്റും. ഇത് സൈസ് ഓഫ് ബിൻ. അപ്പൊ ഓൾറെഡി ചെയ്ത് വെച്ചു, പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. റീസെറ്റ് ഡിഫോൾട്ട് ഒക്കെ കൊടുക്കേണ്ടത്.
നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇത് മാറ്റിയിട്ട് നേരെ ഇതിനെ എന്താക്കി മാറ്റുക, ലിസ്റ്റ് ആക്കിയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യുക. ലിസ്റ്റ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ചൂസ് ചെയ്യാം. 35 തൊട്ട് ഞാൻ ഒരു 400 വരെ ഒരു ഗ്രൂപ്പ് ആക്കി. ഇതിന്റെ പേര് ഞാൻ എന്ത് ചെയ്തു, 0 to 400 പാസ് ചെയ്തു. ഇതുപോലെ അടുത്ത് 400 to 800 വരെ ചൂസ് ചെയ്തു. ഇതിന്റെ പേര് ഞാൻ 401 to 800 എന്ന് പാസ് ചെയ്തു. ഇനി അടുത്ത് 800 to 1200 വരെ ഇതുവരെ ചൂസ് ചെയ്തു ഗ്രൂപ്പ്. അതിന്റെ പേര് 801 to 1200 എന്ന് പാസ് ചെയ്തു. സൈസ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ 1200 തൊട്ട് അടുത്തൊരു 2000 വരെ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പോവാണ്. ഇതുവരെ ഇവിടെ തൊട്ട് ഇതുവരെ ഗ്രൂപ്പ് ചെയ്യുന്നു. അതിന്റെ പേര് ജസ്റ്റ് 1201 to 2000 പാസ് ചെയ്തു. പക്ഷെ ബാക്കി എല്ലാവരും ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തിട്ട് അടുത്ത ഗ്രൂപ്പിലോട്ട് മാറ്റി. ക്ലാസ് കൊടുത്ത് 2001 ആൻഡ് എബോവ് എന്ന് പാസ് ചെയ്തു. എന്ത് ചെയ്യുന്നു, ഓക്കെ പാസ് ചെയ്യുന്നു. ഇവിടെ ഏതിൽ ഗ്രൂപ്പ് വന്ന് കണ്ടോ. ഇനി എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഈ വിഷ്വൽ എന്ത് ചെയ്യാം, ഇത് മാറ്റിയിട്ട് എന്താ ചെയ്യാം, ഇത് ഇതിലോട്ട് ആഡ് ചെയ്ത് എക്സ് ആക്സിലോട്ട് വൈ ആക്സിലോട്ട് പ്രൊഡക്റ്റ് നെയിമും കൗണ്ടും ആഡ് ചെയ്തുണ്ടോ. ഓരോന്നിൽ എത്ര ആൾക്കാരുണ്ട് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ ഏത് ഗ്രൂപ്പിലാണ്, 1201 to 2000 റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റിന്റെ പ്രൈസ് വരുന്നത്. ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്ന ആൾക്കാരാണ് വളരെ കുറവാണ് കേട്ടോ. 2000 എബോവ് വരുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും ചില സമയങ്ങളിൽ. അപ്പോൾ അത് കോളത്തിൽ കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും, പക്ഷെ അത് ഗ്രൂപ്പായിട്ട് യൂസ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടി വരും, ഈ മെത്തേഡ് അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വിച്ച് ഈഫ് എന്ന് വെച്ചിട്ട് വലിയ എക്സ്പ്രഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മെത്തേഡ് നമുക്ക് അവിടെ ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ് എല്ലാവർക്കും? ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി എല്ലാവരും. ഓൺലൈനിൽ ക്ലിയർ ആണ് ഈ ഒരു മെത്തേഡ്? Yes, sir. ഓക്കെ, ഇതും കൂടെ ഒന്ന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി എല്ലാവരും. ചെയ്ത് നോക്കി കൺസെപ്റ്റ് മനസ്സിലായവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാട്ടോ. ചെയ്ത് കൺസെപ്റ്റ് മനസ്സിലായവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക.
ഓഫ്ലൈൻ എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? ബാക്കിയുള്ളവരോ? അനന്തോ, ജോഷിൻ, നിഖിൽ, ഷബാസ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് സാർ, ചെയ്യുന്നുണ്ട്. ചെയ്തു സാർ. നിങ്ങൾക്ക് ഇമേജ് കൊണ്ടുവരുന്നത് കാണിച്ചില്ലല്ലോ. ഓക്കെ, അത് ആ ഒരു ഏരിയ ബാക്കിയുണ്ടല്ലേ, ഇപ്പം കാണിച്ചു തരാം. അതുകൂടി ഡാക്സിൽ ലാസ്റ്റ് പാർട്ട് ബാക്കിയുള്ളൂ. എന്നാ നിങ്ങളോട് കാണിച്ചു തരാന്നുള്ളത് നിങ്ങൾ മറന്നുപോയോ? ഓർമ്മയുണ്ടോ? എന്തായാലും ചോദിക്കാതിരുന്നത് എടുക്കുന്ന വിചാരിച്ചിട്ടാണോ? ഡാക്സ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞതല്ലേ? ഓക്കെ, ഇമേജിനെ എങ്ങനെ കോൾ ചെയ്യാന്ന് കാണിച്ചു തരാം. ഇമേജിനെ കൊണ്ടുവരാൻ നമുക്ക് ഏത് വിഷ്വൽ യൂസ് ചെയ്യാം? കാർഡ് ന്യൂഡ് അകത്ത് മാത്രമേ ഇമേജസിനെ കൊണ്ടുവരാൻ പറ്റൂ. ഞാൻ ജസ്റ്റ് എന്ത് സെലക്ട് ചെയ്തു. ഇത് ഈ ഗ്രൂപ്പ് ചെയ്ത കൺസെപ്റ്റ് അവർക്ക് ഓക്കെ അല്ലേ? അത് ആവശ്യമുണ്ട്, അത് പിന്നീട് ഞാൻ പറയാം എപ്പോഴാണ് ആവശ്യം വരുന്നത്. കാർഡ് ന്യൂ ചൂസ് ചെയ്തു. അതിലോട്ട് ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു മെഷർ ആഡ് ചെയ്തു. ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ഇത് വേണ്ട, ഒരു ഇംപ്ലിസിറ്റ് മെഷർ യൂസ് ചെയ്യാം. ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ട് ചെയ്തിലോട്ട് ഞാൻ ആഡ് ചെയ്തു. സോറി, ഇങ്ങനെ ഡയറക്റ്റ് ഇതിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യരുത്. ഡയറക്റ്റ് ആ ഡാറ്റ എന്ന ഫീൽഡിലോട്ട് തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് കൺസെപ്റ്റ് ഒന്ന് മാറും. ഞാൻ ഇവിടെ ഒരു സ്ലൈസർ ബിൽഡ് ചെയ്തു. സ്ലൈസറിലോട്ട് സെയിം കൗണ്ട് തന്നെ ആഡ് ചെയ്യും. ഓക്കെ, എനിക്കിവിടെ വേണ്ടത്, ഞാൻ ലോസ് ആഞ്ചലസ് കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഇമേജ് എനിക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് വരണം. ഇവിടെ അലമേഡ കൗണ്ട് ഞാൻ സെലക്ട് ചെയ്യുമെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഇമേജ് എനിക്കിവിടെ പ്രിന്റ് ചെയ്ത് തരണം. ഇനി ഓറഞ്ച് കൗണ്ടിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ഇവിടെ പ്രിന്റ് ആയിട്ട് വരും. മനസ്സിലായോ? അല്ലാതെ നമുക്കൊരു ഫിക്സഡ് ഇമേജ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് പാസ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ കൊടുത്താൽ മതി. വിഷ്വൽ സെലക്ട് ചെയ്യാം, ഫോർമാറ്റ് യുവർ വിഷ്വൽ, ഇമേജസിൽ ആരുടെ കൂടെ വേണം, ഫസ്റ്റ് കൗണ്ടി ഓൺ ചെയ്യുക, ഇമേജ് ഇവിടെ നിന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഇമേജ് ഒന്ന് ബ്രൗസ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ. അപ്പൊ അതിലോട്ട് വരും. പക്ഷെ ഇത് ഓരോ സെലക്ഷൻസ് എന്താവില്ല, മാറാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഓരോ സെലക്ഷൻ അനുസരിച്ച് ഇമേജ് മാറിക്കൊണ്ടേയിരിക്കണം. ഒരിക്കലും നമുക്ക് സിസ്റ്റത്തിന്റെ അകത്തുള്ള ഒരു ഇമേജ് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏത് രീതിയിൽ ഇമേജിനെ കൊണ്ടുവരാൻ പറ്റുമോ? ഇമേജ് യു ആർ എൽ. അപ്പൊ യു ആർ എൽ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, യു ആർ എൽ എൻ്റർ ചെയ്യാൻ ചോദിക്കണല്ലേ. ജസ്റ്റ് നമുക്കൊരു യു ആർ എൽ എടുത്ത് നോക്കാം. എന്റെ കയ്യിലുള്ളത് ഈ ഒരു ഡാറ്റാ സെറ്റിൽ കുറച്ച് യു ആർ എൽ ഉണ്ട്, അത് വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് ഈ ഒരു യു ആർ എൽ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യാം. ഇതൊരു ഇമേജിന്റെ യു ആർ എൽ ആണ്, അത് ഞാൻ ജസ്റ്റ് അങ്ങ് കോപ്പി ചെയ്തു, ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്തു. അപ്പൊ ആ യു ആർ എല്ലിന് റിലേറ്റ് ചെയ്യുന്ന ഇമേജ് അവിടെ വന്നുണ്ടോ. ഇങ്ങനെയാണ് യു ആർ എൽ വർക്ക് ചെയ്യുക. പക്ഷെ ഇവിടെ എന്താണ്, ഞാൻ ബാക്കിയുള്ള കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ഇമേജ് മാറുന്നില്ല. പക്ഷെ എനിക്ക് എന്ത് വേണം, ഓരോ സെലക്ഷൻ അനുസരിച്ചിട്ട് ഇമേജ് മാറി മാറി വരണം. ഒരു ഫിക്സഡ് യു ആർ എൽ അല്ല, ഓരോ സെലക്ഷൻ അനുസരിച്ചിട്ടും വേറെ വേറെ യു ആർ എൽസ് വർക്കാവും. ഇവിടെ എന്ത് ചെയ്ത്, ഇവിടെ ഒരു ഫിക്സഡ് യു ആർ എല്ലും കൊടുക്കരുത്. ഓരോ സെലക്ഷൻസ് ചേഞ്ച് ആവുന്ന എന്തായി, ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഓരോ യു ആർ എൽ. അതിനാണ് ആരും ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആകെ ഒരൊറ്റ ഓപ്ഷൻ എന്താണ്, ഫീൽഡ് വാല്യൂ. എന്ത് ചെയ്യണം, ഫീൽഡ് വാല്യൂവിനോട് ഫീൽഡ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കണം. ആളുടെ ഹെൽപ്പോട് കൂടെ മെഷറിന്റെ, അതായത് സ്വിച്ച് സെലക്ടഡ് വാല്യൂയുടെ ഹെൽപ്പോട് കൂടെ അത് എഴുതി ഉണ്ടാക്കണം. നമ്മൾ കളറിന് വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ? അതേ കൺസെപ്റ്റ് തന്നെ ആ ടെക്സ്റ്റിന്റെ അകത്ത് എന്ത് പാസ് ചെയ്യുക, ഡബിൾ കോഡ്സിന്റെ അകത്ത് ഇമേജിന്റെ യു ആർ എൽ പാസ് ചെയ്യുക. ഇവിടെ ഇമേജ് ആണ് വേണ്ടതെന്ന് മനസ്സിലാകും. അപ്പൊ മെഷീൻ ആ ടെക്സ്റ്റ് റീഡ് ചെയ്ത് അതിൽ യു ആർ എൽ മാത്രം എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും. കളർ വേണ്ട സ്ഥലത്ത് കളറാണ് കൊടുത്ത് എന്ത് ചെയ്യും, അത് കളറാക്കി മാറ്റും. ടെക്സ്റ്റ് വേണ്ട സ്ഥലത്ത് ടെക്സ്റ്റ് തന്നെ റിട്ടേൺ ചെയ്യും. യു ആർ എൽ വേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യും, അത് യു ആർ എൽ ആണെങ്കിൽ അതിനെ പ്രോപ്പർ ഒരു ഇമേജ് ആക്കിയിട്ട് മെഷീൻ കൺവേർട്ട് ചെയ്യും. ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തു, ന്യൂ മെഷർ, മെഷറിന്റെ പേര് തന്നെ ഇവിടെ ഇമേജ് എന്ന് പാസ് ചെയ്തു, ഈക്വൽ ടു. ഒരു സിംഗിൾ സെലക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് ആര് യൂസ് ചെയ്യാം, ഈഫ് യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ സെലക്ഷനുകൾ ആരെ യൂസ് ചെയ്യേണ്ടി വരും, സ്വിച്ച്. നമുക്ക് തൽക്കാലം സ്വിച്ച് തന്നെ യൂസ് ചെയ്യാം. സ്വിച്ച് ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരിക്കും,
ത്രൂ കോമ എന്തായിരിക്കും? ഫസ്റ്റ് സെലക്ടഡ് വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണല്ലേ. ഇപ്പൊ സെലക്ടഡ് വാല്യൂ എന്ന ഫംഗ്ഷൻ സ്ലൈസിൽ എന്താ സെലക്ട് ചെയ്യാൻ പോകുന്നത്? ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ട്. അതെന്താണോ ചെക്ക് ചെയ്യണം? ലോസ് ഏഞ്ചലസ് കൗണ്ട് ചെയ്യണോ ചെക്ക് ചെയ്യണം. ഈക്വൽ ടു ലോസ് ഏഞ്ചലസ് കൗണ്ട്. അതാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യാൻ പറയണം? അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇമേജിന്റെ URL. തൽക്കാലം ഇവിടുന്ന് റഫ്ലി ഒരു URL സെലക്ട് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഇവിടുന്ന് ഒരു URL സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു ഇതിന്റെ അകത്ത് അതങ്ങ് ഓക്കെ. ഇനി അടുത്ത് എന്ത് ചെയ്യേണ്ടി വരും? ഇനി വലിയ ഇതായിട്ടെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട, ചെറിയൊരു URL എടുക്കാം. കൺട്രോൾ C ചെയ്യണം. കൺട്രോൾ ഇത് ഇവിടെ വന്നു. എന്ത് ചെയ്യണം? വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടി വരും അല്ലേ. വീണ്ടും സെലക്ടഡ് വാല്യൂന് ഒന്നുകൂടെ കോൾ ചെയ്യേണ്ടി വരും. അതുപോലെ ഓരോ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെലക്ടഡ് വാല്യൂവിനെ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതിന് പകരം എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ സെലക്ടഡ് വാല്യൂ എന്ത് ചെയ്യുക? ഇവിടെ ഒരു വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. വേരിയബിൾ കൺസെപ്റ്റ് ഓർമ്മയുണ്ടോ? ഈക്വൽ ടു എന്ത്? വേരിയബിളിന്റെ പേര് സെലക്ഷൻ ഈക്വൽ ടു എന്തായിരിക്കും? സെലക്ടഡ് വാല്യൂ ഓഫ് വാല്യൂ ഓഫ് കൗണ്ടിങ് ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ട്. അത് മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യുന്നതിന് പകരം എന്താണ്, അത് ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? നേരെ റിട്ടേൺ ചെയ്യുക. എന്തായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടി വരുമോ? സ്വിച്ചിന്റെ എക്സ്പ്രഷൻ അല്ലേ. അപ്പൊ അതിന്റെ അകത്തിന് എന്ത് ഇവിടെ യൂസ് ചെയ്താൽ മതി? ഇത് മുഴുവൻ കൊടുക്കുന്നതിന് പകരം ഇവിടെ എപ്പോഴും സെലക്ഷൻ എന്ന് പാസ് ചെയ്താൽ മതി. ഇനി അടുത്ത് എന്ത് ചെക്ക് ചെയ്താൽ മതി? വീണ്ടും സെലക്ഷൻ എന്നുള്ളത് അടുത്താണോ ചെക്ക് ചെയ്താൽ മതി. ഓരോ സമയത്ത് ഇതിനെ കോൾ ചെയ്ത് എന്ത് ചെയ്യേണ്ട? കോംപ്ലക്സ് ആക്കേണ്ട ആവശ്യമില്ല. അത് ഓറഞ്ച് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരാൾ, ഓറഞ്ച് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലിങ്ക് ചോദിക്കും. എന്ത് ചെയ്യാം? ഇനി ഇവിടുന്ന് വേറൊരു ലിങ്ക് ചൂസ് ചെയ്യാം. ശരിക്കും റിലേറ്റ് ചെയ്യുന്ന ലിങ്ക് ഒന്നല്ല കേട്ടോ. ഏതൊക്കെയോ കൺട്രീസിന്റെ ഫ്ലാഗിന്റെ URL ഞാൻ ഇവിടെ എടുത്തിട്ട് ഇടുന്നതാണ്. സിംഗിൾ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം. അതിനുശേഷം എന്ത് ചെയ്യാം? തൽക്കാലം ഇത്രയും പാസ് ചെയ്യുന്നുള്ളൂ. ഫംഗ്ഷൻ അവിടെ ക്ലോസ് ചെയ്തു. ഇവിടെ ഒരു സ്പേസ് കൊടുത്താൽ റീഡബിലിറ്റി ഒന്നുകൂടി ഇമ്പ്രൂവ് ആവും. ഓക്കെ, അതവിടെ കമ്മിറ്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ഒരു ടെക്സ്റ്റ് ആണ്. പക്ഷെ ടെക്സ്റ്റിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? ഒരു ഇമേജിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന URL. അത് കറക്റ്റ് ഇമേജ് വരുന്ന സ്ഥലത്ത് കൊടുത്താൽ എന്താവും? അത് മെഷീൻ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ടെക്സ്റ്റ് വരുന്നിടത്ത് കൊടുത്താൽ എന്തായിരിക്കും? ടെക്സ്റ്റ് ആയിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുക. പക്ഷെ ഇമേജ് ആയിട്ട് വരുന്ന കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചൂസ് ചെയ്യുക. ഫീൽഡ് വാല്യൂ ഓൾ ഡാറ്റ കാൽക്കുലേഷൻ ടേബിൾ ഇവിടെ കണ്ടുപോകും. ഈ ന്യൂമറിക് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ആരെയും ഇവിടെ ഡിസേബിൾ ആക്കിയിട്ടുണ്ടാവും. ടെക്സ്റ്റ് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ആളെ മാത്രം എനേബിൾ ആക്കിയിട്ടുണ്ടാവും കേട്ടോ. ഈ കളർ സെലക്ട് ചെയ്താൽ ഓക്കെ വരും, പക്ഷെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഔട്ട്പുട്ടിൽ ടെക്സ്റ്റ് രൂപത്തിൽ കളറിന്റെ കോഡാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആരെ തന്നെ ചൂസ് ചെയ്യേണ്ടി വരും? ഇമേജ്. ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ചൂസ് ചെയ്യാം. ഇമേജ് സെർച്ച് ചെയ്യാം. ഇമേജ്. ഓക്കെ. ഇനി ഇവിടെ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ കാണാം. ലോസ് ഏഞ്ചലസ് കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇമേജ് വന്നു കേട്ടോ. ഇനി ഓറഞ്ച് കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇമേജ് വരും. ബാക്കി സെലക്ട് ചെയ്യുമ്പോൾ ഒന്നും വരും. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ രണ്ട് കണ്ടീഷന് മാത്രം വേണ്ടിയിട്ട് മാത്രമേ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? URL നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം? കണ്ടീഷണൽ ഫോർമാറ്റിംഗിന്റെ ഹെൽപ്പോട് കൂടെ ഇമേജസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഒരു URL വരുന്ന ഡാറ്റ സെറ്റ് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? URL കളക്ട് ചെയ്യാം. ഡാറ്റ സെറ്റിൽ URL ഇല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. ഓൺലൈൻ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം. ഇതും പുതിയൊരു കൺസെപ്റ്റ് ഒന്നല്ല. നമ്മൾ ഓൾറെഡി പഠിച്ച കൺസെപ്റ്റ് തന്നെ ഓരോ രീതിയിൽ യൂസ് ചെയ്യുന്നത് മാത്രമേ കേട്ടോ.
ഇനി ആർക്കെങ്കിലും കൺസെപ്റ്റ് മനസ്സിലായി ചോദിച്ചോളൂ, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഓൺലൈൻ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. ചെയ്ത ഔട്ട്പുട്ട് കിട്ടിയവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഡാറ്റ സെറ്റിൽ URL ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് ഇമേജസിനെ കൊണ്ടുവരിക കേട്ടോ. ആ ഇമേജ് വരേണ്ട URL ഫസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് അതൊരു ലോജിക് എന്തെങ്കിലും ഒരു ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ നാളെ വരുമ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഇൻ കേസ് ഡാറ്റ സെറ്റിൽ URL ഉണ്ടെങ്കിൽ എങ്ങനെ ഇമേജിനെ കൊണ്ടുവരാം. ഇതേ സ്റ്റെപ്പ് തന്നെ ഇതുപോലെ മെഷർ എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ URL വരുന്ന കോളം ഡയറക്റ്റ്ലി എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇമേജിനെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ നാളെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തു. ഡാറ്റ സെറ്റിന്റെ അകത്ത് തന്നെ URL ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അയച്ചു തന്നെ ആ ഒരു CSV ഫയലിൽ എന്ത് കാണാൻ പറ്റും? ഓരോ കൺട്രിക്കും ഇക്വലന്റ് ആയിട്ടുള്ള ഫ്ലാഗിന്റെ URL അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നൊരു ഡാറ്റയാണെങ്കിൽ ഇമേജസിനെ എങ്ങനെ കൊണ്ടുവരാം? ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത ഡാറ്റയുടെ അകത്ത് എന്തില്ല, എവിടെയും URL ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്തു. ഇനി ഡാറ്റാ സെറ്റിന്റെ അകത്ത് URL ഉണ്ടെങ്കിൽ എങ്ങനെ ഇതുപോലെ ഇമേജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അത് നാളെ വരുമ്പോഴേക്കും ഒന്ന് ട്രൈ ചെയ്യാം. അവിടെയും കണ്ടീഷണൽ ഫോർമാറ്റിംഗ് തന്നെയാണ്. ലോഡ് ചെയ്യണോ? തന്ന CSV ഫയൽ ലോഡ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നാളത്തേക്ക് ചെയ്താൽ മതി. ഇന്നിപ്പം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ടൈം ഉണ്ടാവും. നിങ്ങൾ ഇത്രയും ചെയ്യണ്ടോ? ഇവിടെ ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ഫീൽഡ് വാല്യൂവില് ഇവിടെ നമ്മൾ ഇവിടെ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു? മെഷറിന്റെ ഫീൽഡ് ആഡ് ചെയ്ത് കൊടുത്തു. അതിന് പകരം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? ആ URL വരുന്ന കോളം ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ ചേഞ്ചസ്.
അപ്പൊ എന്താവും ആ ഇംപ്ലിസിറ്റ് മെഷർ അവിടെ വർക്ക് ആവും. ഫസ്റ്റ് UR എന്നുള്ള കൺസെപ്റ്റ് ആവും. ഓരോ സെലക്ഷൻ അനുസരിച്ച് എന്താവും കറക്റ്റ് ആ URL അവിടെ നിന്ന് എടുത്തിട്ട് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നാളെ വരുമ്പോഴേക്കും അതൊന്ന് അവിടെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഡയറക്റ്റ് കോളത്തിൽ തന്നെ കളർ ചൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമേജും വർക്ക് ആവും. അപ്പൊ നാളെ വരുമ്പോഴേക്ക് അത് നിങ്ങളൊന്ന് സെൽഫായിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കും. തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാളത്തെ ക്ലാസ് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ നാളെ വരുമ്പോഴേക്കും ഇതുവരെ എടുത്ത എല്ലാ കൺസെപ്റ്റും പഠിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. ഫ്രം ഡാറ്റ വിഷ്വലൈസേഷൻ ടു ഇന്ന് ഇമേജ് ലോഡ് ചെയ്ത കൺസെപ്റ്റ് വരെ മുഴുവൻ. നാളെ ഒരു വൈവേ സെഷൻ പോലെ ആയിരിക്കും ഉണ്ടാവും. മൊത്തം ചോദിക്കും, ഓൺലൈനിലും ഓഫ്ലൈനും. അതുകൊണ്ട് മുഴുവനും പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. അതിന്റെ പേരിൽ ആരും ലീവ് കൊടുക്കണ്ട, ആരും ഓൺലൈനിലോട്ട് മാറും വേണ്ട കേട്ടോ. പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. അതിന് കുറച്ചുകൂടെ എന്താണ് ഒരു മാനേഴ്സ് ഉണ്ട് കേട്ടോ. പിള്ളേരെ പഠിച്ചിട്ട് വരില്ലേ? എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിട്ടുപോകരുത്. മെയിൻ ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞുതരാം. പവർ ക്വറി, പവർ പിവറ്റ്, പവർ വ്യൂ. പവർ വ്യൂല് മൊത്തമായില്ല, എന്നാലും പവർ വ്യൂടെ കുറച്ച് പാർട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ചെയ്യുന്ന കാർഡ് വിഷ്വൽസ് ഇതൊക്കെ എന്താണ് പവർ വ്യൂയുടെ പാർട്ടാണ്. വിഷ്വൽസ് മൊത്തം ഏതാണ് പവർ വ്യൂ. പവർ പിവറ്റിൽ എന്തൊക്കെ വരുന്നുള്ളൂ? ഡാറ്റ ഓർഗനൈസിങ്, ഡാറ്റ മോഡലിംഗ്, ഡാറ്റ അനാലിസിസ് യൂസിങ് ടാഗ്സ്. നമ്മൾ ചെയ്തതിന്റെ എല്ലാത്തിന്റെ ഔട്ട്പുട്ട് എങ്ങനെ കാണിക്കുന്നത്? വിഷ്വലൈസേഷൻ ത്രൂ. അതെന്താണ് പവർ വ്യൂയുടെ ഏരിയ തന്നെയാണ്. ഇനി അതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം ആയി. ഇനി നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് വിഷ്വൽസും കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളും ഇനി അവിടെ ബാക്കിയുള്ളൂ. നാളത്തേക്ക് മുഴുവനും കാര്യങ്ങളും പഠിച്ചിട്ട് വരുക. ഓക്കെ. ചിലപ്പോൾ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ഉണ്ടാകാം, മനസ്സിലായോ? തിയറി ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളോട് പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റ് ചെയ്യാനും പറയും. അത് ഓൺലൈൻ ആണെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓഫ്ലൈൻ ആണെങ്കിൽ ഞാൻ പറയുന്ന ആൾ ഇവിടെ വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കേണ്ടി വരും. നിങ്ങളുടെ സിസ്റ്റത്തിലല്ല, ഇവിടെ വന്ന് ഈ സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കേണ്ടി വരും. എടുത്ത കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവും, മേ ബി എടുക്കാത്ത ചിലപ്പോൾ ചോദിക്കാം. ചില കാര്യങ്ങളിൽ മാത്രം. അത് എടുത്തത് മീൻസ് അതൊന്ന് തിരിച്ച് എടുക്കുമ്പോൾ കൺസെപ്റ്റ് സെയിം ആയിരിക്കും. മനസ്സിലായോ? ആ രീതിയിലൊരു കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ. ഓൺലൈൻ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ മതി, ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഓൺലൈൻ ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ശരി എന്നാൽ. താങ്ക് യു സർ.